അതിൻ്റെയൊക്കെ നാണോ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുംബൈയിലെ നമ്മുടെ ചെറിയൊരു ക്രിസ്മസ് കരോൾ പരിപാടിയാണ്. ഇവിടെ 2 days പ്രോഗ്രാമാണ് കേട്ടോ. ആദ്യത്തെ ദിവസത്തിനാണിത്, അടുത്ത ദിവസം നമ്മൾ രണ്ടാമത്തെ ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്താണ്, ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു മുസ്ലിം പള്ളി ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ വളരെ മതസൗഹാർദ്ദത്തോടുകൂടെയാണ് എല്ലാവരും ഇതുവരെയൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ 6 മണിക്കായിരുന്നു കുർബാന, 7 മണിയായപ്പോൾ നമ്മുടെ കരോൾ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ പേരായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അധികം പേരൊന്നും ഇല്ല കേട്ടോ, വളരെ ഒരുപാട് കുടുംബങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ വരും പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഉള്ളവരെ വെച്ച് ഞങ്ങൾ ആദ്യം അങ്ങ് തുടങ്ങുകയാണ്. പിന്നെ ഓരോരോ വീട്ടിൽ നിന്നായിട്ട് ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വീട്ടിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വീട്ടിൽ മാത്രം നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഈ ഒരു വീട്ടിൽ മാത്രം. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അടുത്തുള്ള സ്ഥലങ്ങളിലാണ്. നാളെ നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി വാങ്ങി. ആണോ? ഇതിന് കാശ് വേണ്ട. 300 കൂപ്പ വണ്ടിയില്ല. Joy to the world. കേടായിട്ട് പോണെന്ന് ചേച്ചിട്ട് പറഞ്ഞു. ചേച്ചി മേർക്കോ താങ്ക് യു. ഒരു കൂട്ടായേ ഉള്ളൂ. അല്ല, ചേട്ടനും കൂടെ മുട്ടായി. സ്പെഷ്യൽ. ഓക്കെ ഓക്കെ, ഞാൻ പോയിക്കോളാം. ഈ പോളി മോളെ
അപ്പം മുംബൈയിലെ തെരുവോരങ്ങളിലൂടെ നമ്മളിങ്ങനെ കരോളിനായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല കേട്ടോ. നാട്ടിലൊക്കെ നമ്മളിങ്ങനെ വഴി കൂടെ ഒക്കെ പോകുമ്പം കൊട്ടിക്കൊണ്ടൊക്കെ പോകില്ല. ഇവിടെ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് പോകുന്നതാണ് കുഴപ്പമില്ല. കൊട്ടിയാലുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇവിടെയുള്ള പിള്ളേരും ആൾക്കാരും എല്ലാം പിന്നെ നമ്മുടെ അപ്പൂപ്പൻ്റെ പുറകെ അങ്ങ് കൂടും കേട്ടോ. പിന്നെ ആകപ്പാട് ബഹളമാകും. അല്ലേ തന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒരു കൗതുകം പോലെ ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വഴി കൂടെ ഒന്നും അങ്ങനെ ഒച്ച വെക്കാതെ നമ്മൾ പോകുന്ന പള്ളിയിലെ ഓരോ വീട്ടിൽ മാത്രമേ നമ്മളങ്ങനെ കൊട്ടുന്നൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സംഭവം ആകുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ഓളമൊക്കെ വെച്ച് പോകുന്നത് കാണാൻ നമുക്കൊരു ഇഷ്ടമാണല്ലോ. പിന്നെ ഓരോ വഴിയിലോട്ട് കയറി പോകുന്നതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട്. ഓരോരുത്തരും 3-4 ഫ്ലോറിലൊക്കെ താമസിക്കുന്നുണ്ട്. സ്റ്റെപ്പ് കയറി സത്യം പറഞ്ഞാൽ മടുത്തു എന്ന് പറയാം കേട്ടോ. അങ്ങനെ വേണ്ടി ഞങ്ങൾ അടുത്ത വീട്ടിലെത്തിയേക്കുവാണ് കേട്ടോ. ഇതും നമ്മുടെ പള്ളിയിലെ ഒരു ചേട്ടൻ്റെ വീടാണ്. അങ്ങനെ ഓരോരോ വീടുകളിലേക്ക് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്തൊക്കെ എല്ലാവരും ഇത് കണ്ടോ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ മിനി ആൻറ്റിയുടെ വീടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചെറുതായിട്ട് പുൽക്കൂടും കാര്യങ്ങളും ട്രീയും ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ഒത്തിരി സൗകര്യങ്ങളൊക്കെ കുറവാണ്. എല്ലാവരും ആർക്കയിലൊക്കെയാണ് താമസിക്കുന്നത്. ഉള്ളത് വെച്ച് ഓണം പോലെയാണ് എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിലൊന്നും നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. നോക്കിയാൽ നാട്ടിലൊക്കെ നമ്മൾ ചെന്നിട്ട് ഓരോ വീടിൻ്റെ മുറ്റത്ത് നിന്ന് അങ്ങ് കൊട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്കങ്ങനെ മുറ്റത്ത് നിന്ന് കൊട്ടാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരുടെ വീടിനുള്ളിൽ കയറി പോകണം. അതൊരു വലിയ ടാസ്ക്കാണ് കേട്ടോ. ഇവിടുത്തെ അറിയാമല്ലോ ഭയങ്കര സ്റ്റെപ്പും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ഉള്ളിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അതിനകത്തൊക്കെ കയറിപ്പോയി നിന്നൊക്കെ വേണം നമ്മളിവിടെ കയറുള്ളൂ. പക്ഷേ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയൊന്നും നമ്മൾ പങ്കെടുത്തിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഇതൊരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. എല്ലാവരും ഇങ്ങനെ So elegant, so beautiful, so elegant, just looking like a wow. അപ്പോൾ ഇവിടെയായിരുന്നു ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഒരു ഏരിയയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ക്വാർട്ടേഴ്സ് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് 2 സൈഡും കാടും കാര്യങ്ങളൊക്കെയാണ്. ട്രാക്ക് കടന്നിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഫുള്ള് വലിയ എലികളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ കാലിനിടയിൽ കൂടെ ഒക്കെ ഓടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ മൊബൈലിൻ്റെ വെട്ടത്തൊക്കെ കത്തിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. റെയിൽവേ ഓ
മോളെ ആ ആന്റീനെ പിടിച്ചോളാം കൈ ചർമ്മല നിക്ക് ചർമ്മല വെയിറ്റ് വെയിറ്റ് കരോളിലൊക്കെ പോകുമ്പോ ഇങ്ങനെ പോണം. ആയിറങ്ങ ആയിറങ്ങ ആ നടക്ക് 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 ആ ബ്ലോഗറുടെ വീഡിയോ കിട്ടി. ഇവിടെ കൂടെയുള്ള പോക്ക് കേട്ടോ ശരിക്കും അത്ഭുതപ്പെടുത്തി കേട്ടോ. ഇതൊരു ധാരാവിയുടെ ഒക്കെ ഉള്ള ഏരിയ പോലെയാണ്. ധാരാവിയൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ 2-3 പേർക്ക് ഇങ്ങനെ നേരെ നടന്ന് പോകാൻ പറ്റില്ല. ഇങ്ങനെ ഒരാൾക്ക് ഒരൊറ്റ ഇതിൽ കൂടെ ഈ ഒരു കുഞ്ഞു ഗ്യാപ്പിനകത്ത് ഫുള്ള് വീടുകളാട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും കടയും വീടും ഒരു വീട് അത് എത്രയാ പറയാൻ പറ്റില്ല കേട്ടോ. ആ ഒരു അനുഭവം നിങ്ങൾ നോക്കേണ്ട. ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഉള്ളിലെ കോളനി ഉള്ളിനകത്തൊക്കെ ഉള്ള ചേരി പ്രദേശങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്തൊക്കെ ആൾക്കാരിങ്ങനെ കണ്ടോ ഈ കമ്പി പോലത്തുള്ള ഇതിനകത്ത് കൂടെ വേണം ആൾക്കാരിങ്ങനെ മുകളിലേക്കൊക്കെ കയറി താമസിക്കട്ടെ. ഇതിനകത്ത് കടയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ ഇത് കാണുമ്പോൾ. ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് തോന്നും. നിങ്ങൾ നോക്കിയേക്കും നമ്മുടെ നാട്ടിലിങ്ങനെ ഈ റബ്ബറിലൊക്കെ കയറാൻ കമ്പി വെച്ചേക്കുന്ന പോലെയാണ് ഇവിടത്തേക്ക് വീടുകളിൽ കണ്ടത്. അതിൻ്റെയൊക്കെ മുകളിലാണ് ഓരോരുത്തർ താമസിക്കുന്നത്. ഈ കമ്പി കൂടെ കയറി മുകളിൽ താമസിക്കട്ടെ. അവിടെ ഒരു കൊച്ചു മുറി പോലെയൊക്കെ കാണത്തുള്ളൂ കേട്ടോ. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. ഒരു ഇത്രയും ഏരിയയിൽ തന്നെ എത്ര ആൾക്കാർ താമസിക്കും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഇതാണ് കേട്ടോ. നമുക്കിതൊക്കെ കാണുമ്പോൾ എന്താ പറയണ്ടേ ഈ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളും അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്ന സത്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കരോൾ കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇത്രയും ഉള്ളിനകത്തൂടെ ഒന്നും നമ്മളിങ്ങനെയൊന്നും പോകാറില്ലല്ലോ. അപ്പോൾ ഈ കരോളിലായിട്ട് പോയതുകൊണ്ട് നമുക്കിങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ താണ്ടി നമ്മൾ ഇതിൻ്റെ ഇവിടെ എത്തി കേട്ടോ. ഇതൊരു റെയിൽവേ ക്വാർട്ടേഴ്സാണ്. നമ്മുടെ പള്ളിയിലെ ആൾക്കാർ താമസിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് അത്രയും ഇടുങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വലിയൊരു വിശാലമായ ഒരു വീടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഫുള്ള് കാടൊക്കെയാണ് കേട്ടോ. ഫ്രണ്ടിൽ റെയിൽവേ പാളവും ഒക്കെ ഇതിനകത്ത് ഫുള്ളിങ്ങനെ കാടും മരങ്ങളൊക്കെ. ഇവരിവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന കേട്ടോ. 10-22 വർഷമായിട്ട് അവർ താമസിക്കുന്നതാണ്. ഈ റെയിൽവേ ക്വാർട്ടേഴ്സൊക്കെ എല്ലാം നല്ല വലുതൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇവർക്ക് ഫ്രീ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഈ അങ്കിൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരുപാട് സ്ഥലമൊക്കെ നമ്മളൊക്കെ താമസിക്കുന്ന വീടൊക്കെ വളരെ ചെറുതല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ഇവരുടെയൊക്കെ വീട് വന്നപ്പോഴത്തേക്ക് നമുക്ക് നാട്ടിലൊക്കെ എത്തിയൊരു പ്രീതിയായിരുന്നു കേട്ടോ. വീട്ടിലാണോ വീട്ടിലാണോ അങ്ങനെ വീണ്ടും ദേണ്ട് ഈ ആൻറ്റിയുടെ ഒക്കെ വീട്ടിൽ എത്തി കേട്ടോ. ഇവരുടെ വീട്ടിലെത്താൻ വേണ്ടി നടന്നതെന്ന് പറയുന്നത് അത്ര ചില്ലറ നടപ്പൊന്നും അല്ല കേട്ടോ. ഒരുപാട് നടക്കേണ്ടി വന്നു കേട്ടോ. ഇതും റെയിൽവേ ക്വാർട്ടേഴ്സ് ആണ് കേട്ടോ. സത്യം പറയുന്നത് ഇതൊക്കെ ഭയങ്കര വലിയ വീടുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നാട്ടിലെത്തിയ സെയിം പ്രീതിയായിരുന്നു മനസ്സിൽ തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. സത്യത്തിൽ കരോളിലും പാടാൻ വന്നിട്ട് എല്ലാവരും അതൊക്കെ മറന്ന് ആദ്യമേ വിശപ്പും ദാഹമായിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആദ്യമേ കഴിപ്പൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് മാത്രമേ പാട്ട് പാടുന്നുള്ളൂ. നമ്മൾ അത്രയ്ക്കും അടുത്തു കേട്ടോ. ഒത്തിരി ദൂരം നടക്കാണ്ടായിരുന്നു. പിന്നെ ഇവൻ കുഞ്ഞു നമ്മുടെ ഇതിൽ ഈ കരോളിന് വന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു ചേട്ടൻ്റെ കുഞ്ഞാട്ടോ. അവൻ ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ. ആദ്യം എന്നെ കുറേ അടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഭയങ്കര കൂട്ടായി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാറുന്നില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും കൂടെ നിൽക്കുവാണ്. ഇനിയും നമുക്ക് ഇവിടുന്ന് ഒരു 2-3 വീടുകൾ കൂടെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ സുബിനുമായിട്ട് ഭയങ്കര കൂട്ടായി കേട്ടോ. സുബിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരടുത്ത് മാറി നിൽക്കുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു എൻ്റെ കളിയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിലേയും കൂടി ഇനി കരോള് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത വീട്ടിലും കൂടെ പോയാൽ ആ വീടും കൂടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും. ഇപ്പം തന്നെ സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ.
ഒരു വീടും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാൻഡായി പിടിച്ച് നിർത്തിയ ഒരു ഫോട്ടോ ഒക്കെ എടുത്താണ്. പിന്നെ ഇനി ഇവനെ കിട്ടിയില്ലെങ്കിലും ഒന്നും, ഇവൻ ഭയങ്കര നാണം കുടുങ്ങിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവൻ അനങ്ങത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇതാണ് ലാസ്റ്റത്തെ വീട് കേട്ടോ. ഒരുപാട് നടക്കേണ്ടി വന്നു ഇങ്ങോട്ടേക്ക് എത്താൻ. അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ പരിപാടി, ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത് കേട്ടോ. ബസ്സിന് ഇച്ചിരി ദൂരെയുള്ള വീടുകളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞ ഒരു ആവേശത്തിന് അങ്ങ് തുടങ്ങിയപ്പോൾ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇപ്പോൾ കാലിന് നല്ല വേദനയുണ്ട് കേട്ടോ. കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല. എത്ര കിലോമീറ്ററുകളാണ് നടന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതുമില്ല. പിന്നെ ചെല്ലുന്ന വീട്ടുകളിലൊക്കെ ഇങ്ങനെ തിന്നാൻ കിട്ടുന്നതുകൊണ്ട് കുറേ കഴിച്ച് ശരിക്കും മടുത്തു കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തു നിന്ന് കേക്കും ഓരോ സ്നാക്സും ചായയും കോഫിയും ജ്യൂസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ നടന്നു. അപ്പോൾ വിശപ്പിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കാലിന് നല്ല വേദന ഉണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതും ഇവരുടെ ഒരു റെയിൽവേ കോട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ റെയിൽവേ കോട്ടേജ് ഒക്കെ നല്ല വലിപ്പമൊക്കെ ഉണ്ട്, ഭയങ്കര വലിയതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കരോളൊക്കെ കൂടാൻ പറ്റാത്ത ഇവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാവുമെന്ന് വിചാരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.